ദൈവം മോശയോട് പറഞ്ഞു, ആ വടി താഴെ ഇടാൻ പറഞ്ഞു. അത് പാമ്പായി. അതിൻ്റെ വാലെ പിടിക്കാൻ പറഞ്ഞു. അത് പഴയ വടിയായി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഒരു അനുഭവം കാണിച്ചിട്ട് ഫറവോന്റെ അടുക്കൽ അയച്ചു. ഫറവോന്റെ അടുക്കൽ പറഞ്ഞു, ഇതാ നോക്ക്, ദൈവം ഞങ്ങൾ അയച്ചിരിക്കുന്നു, ഇസ്രായേലിനെ ആരാധിപ്പാൻ പറഞ്ഞേക്കണം. അപ്പൊ താഴെ അതിനൊരു അടയാളമായി വടി താഴെ ഇടാൻ പറഞ്ഞു. വടി താഴെ ഇട്ട ഉടനെ വടി സർപ്പമായി. അപ്പോ ഫറവോൻ എന്ത് ചെയ്തു? അവന്റെ ജ്ഞാനികളെ വിളിച്ചു, അവന്റെ മന്ത്രവാദികളെ വിളിച്ചു. എല്ലാ മന്ത്രവാദികളും വന്നു. അവരോട് പറഞ്ഞു, ഇതാ മോശ തൻ്റെ കയ്യിലിരുന്ന വടിയെടുത്ത് താഴെ ഇട്ടപ്പോൾ അത് സർപ്പമായിരിക്കുന്നു, പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ വടികൾ താഴെ ഇട്ടു. അവിടെ വടികളും സർപ്പമായി. ദൈവം അയച്ച മോശയ്ക്കും ആ മന്ത്രവാദിക്കുള്ള വ്യത്യാസം എന്താണ്? പ്രൈസ് ദി ലോർഡ്. പലരും ഇവിടെയാണ് തോറ്റുപോകുന്നത്. അതും സർപ്പമായല്ലോ, അപ്പൊ ഇതും അതും ഒന്ന് തന്നെയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിൽ എന്നാ വിശേഷം? പ്രിയരെ, പലരെയും വഞ്ചിക്കാൻ സാത്താൻ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം, ജീവനുള്ള ദൈവം മോശയെ പറഞ്ഞയച്ചപ്പോൾ അവനിൽ കൂടെ നടന്ന അതേ അത്ഭുതമല്ലേ ആ മന്ത്രവാദികളിലൂടെ നടന്നത്? പക്ഷെ ഒരു കാര്യം ഓർക്കണം, അവർക്ക് സർപ്പത്തെ ഉണ്ടാക്കാനേ പറ്റൂ, സർപ്പത്തെ മാറ്റാൻ പറ്റില്ല. ഒരൊറ്റ ബാധ പോലും മാറ്റാൻ അവർക്ക് പറ്റിയില്ല. അവർക്ക് ചിലത് ഉണ്ടാക്കിയിടാനേ പറ്റിയുള്ളൂ. കാഴ്ചയ്ക്ക് ഒരു അത്ഭുതമാണ്. പക്ഷെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഇവിടെ അറിയണം. സ്തോത്രം. ഇവിടെ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. മോശയുടെ വടി എന്ത് ചെയ്തു? സർപ്പമായി. ഈ എല്ലാ മന്ത്രവാദികളുടെയും മന്ത്രക്കോലുകളെല്ലാം സർപ്പമായല്ലോ. എല്ലാ സർപ്പങ്ങളെയും ഈ ഒറ്റ സർപ്പം പിടിച്ചു വിഴുങ്ങിയെന്ന്. നീ പ്രാപിച്ച ദൈവശക്തിയുടെ മുൻപിൽ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ മുൻപിൽ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ മുൻപിൽ ലോകത്തിലെ ഏതാഭിചാര മന്ത്രവാദ ക്ഷുദ്ര ശക്തികൾ തല ഉയർത്തി വന്നാലും പിശാചിന്റെ ആമേൻ അത്ഭുതങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കരുത്. ആമേൻ, അതിന് വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ പറ്റൂ, പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നിന് പകരം പല സർപ്പങ്ങളെ ഉണ്ടാക്കാനേ പറ്റൂ. പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ മോശയുടെ വടി തന്നെ വരണം.